ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ തോന്നുന്നുണ്ടോ? ഓരോ ചിത്രങ്ങൾക്കുള്ളിലും ഒരു ചെറിയ കഥ ഒളിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? യെസ്, എവറി ഗുഡ് ഡിസൈൻ ടെൽസ് എ ഗ്രേറ്റ് സ്റ്റോറി എന്നാണ്. ഏതൊരു നല്ല ഡിസൈനകത്തും നിങ്ങൾക്ക് നല്ലൊരു കഥ കാണാൻ പറ്റും. ഞാനൊരു 4-5 വർഷം മുമ്പ് സുപ്രഭാതത്തിൻ്റെ സൺഡേ സപ്ലിമെൻ്റ് ലേഔട്ട് ചെയ്തിരുന്ന കാലത്ത് ഒരിക്കൽ ഒരു ഇമോഷണൽ സ്റ്റോറി അതിന് മെയിൻ കവറായിട്ട് വന്ന്, ഷെരീഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് കോവിഡിൻ്റെ പേര് പറഞ്ഞ് ചികിത്സ നിഷേധിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് തൻ്റെ 2 കൺമണികളെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ദയനീയമായ സംഭവം. ഈ സംഭവം ഇതിൻ്റെ മെയിൻ സ്റ്റോറി ആയിട്ട് വന്ന സമയത്ത് എങ്ങനെ ഈ ഒരു സ്റ്റോറിയുടെ ഇമോഷനും ഫീലിങ്സും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈനിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നമ്മൾ ആദ്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ആൻഡ് ഐ കെയിം അപ്പ് വിത്ത് എ കോൺസെപ്റ്റ്. ലെറ്റ് മീ ഷെയർ ഹൗ ഐ ഡിസൈൻ ഇറ്റ്. ഈ ഷെരീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മുഖത്തൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കണ്ണടയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റാണ് ആ കണ്ണട എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനെ വേറെ തന്നെ ഒന്ന് ഇല്ലുസ്ട്രേഷൻ ചെയ്ത് വെച്ച് അതിനകത്തൂടെ ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് ചുവന്ന നിറം കൊടുത്തു. അത് വെറും കണ്ണുനീർ തുള്ളികളല്ല, മറിച്ച് അത് അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടിയൊലിക്കുന്ന വേദനയുടെ നേർചിത്രമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹം കൈക്കുഞ്ഞുങ്ങളിങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു ദയനീയമായ ചിത്രമുണ്ട്. ആ ചിത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ 2 കൈകളുടെ പൊസിഷനിലുള്ള 2 കൈകൾ ഈ പേജിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ച്, എന്നിട്ട് ഈ കൈകളിൽ കുട്ടികൾക്ക് പകരം ആ കുട്ടികളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ കുട്ടികളെ നഷ്ടപ്പെട്ട വേദനകൾ പറയുന്ന ആ കോണ്ടൻറ്റ്, ആ അക്ഷരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ കൊണ്ടുവച്ച് പെട്ടെന്ന് ആ പേജ് നോക്കുന്ന സമയത്ത് ഒരു അദൃശ്യനായ ഷെരീഫ് പേജിൽ തൻ്റെ സങ്കടങ്ങളെ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് വാസ് ദ ഫൈനൽ ഡിസൈൻ.